ഹായ് ഫ്രണ്ട്സ്, സ്പയേഴ്സ് ട്രേഡേഴ്സിനായിട്ട് ഏറ്റവും പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് കാൽപസ് ടെർമിനൽ. ഇവർ ട്രേഡേഴ്സിന് ഫോക്കസ് ചെയ്തിട്ടുള്ള പല ടൂൾസും ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവരാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു കാൽപസ് ടെർമിനൽ എന്നുള്ളത്. ഞാനടക്കം പല പ്രാവശ്യമൊക്കെ അവരോട് ആവശ്യപ്പെട്ടായിരുന്നു ഈ ഒരു ഫീച്ചർ കൊണ്ടുവരണം എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കാൽപിന്നർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെർമിനലാണിത്. കൂടുതൽ ഫീച്ചേഴ്സ് അവർ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു കോഴ്സ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ലിങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ടെർമിനലിലേക്ക് എങ്ങനെ എത്താമെന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഇത് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും ഫയേഴ്സിൻ്റെ സ്കാൽപേഴ്സ് ടെർമിനൽ എന്നുള്ള. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്കാൽപർ ടെർമിനലിൽ പോകാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള, കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ടെർമിനലാണിത്. അതായത് സ്കാൽപ്പിങ്ങിന് ഏറ്റവും പെട്ടെന്ന് ഓർഡർ ഇടുക, എക്സിറ്റ് അടിക്കുക, ഈ ഒരു ലക്ഷ്യം വെച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ടെർമിനൽ. പക്ഷേ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന 3 മിഡിലായിട്ട് ഇൻഡെക്സിൻ്റെ ചാർട്ട് കാണാൻ പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ആയിട്ട് അതിൻ്റെ അറ്റ് ദ മണി പുട്ട് ഓപ്ഷനും അറ്റ് ദ മണി കോൾ ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്ട്രൈക്കുകൾ നിങ്ങൾക്ക് ഈ സൈഡ് മാറ്റാൻ പറ്റും. അതിന് മുകളിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ട സ്ട്രൈക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇൻഡെക്സ് മാറ്റണമെങ്കിലും നിങ്ങൾ മുകളിലുള്ള ഇൻഡെക്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഡെക്സ് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് കാണുന്ന താഴെയുള്ള ഓരോ കോളിൻ്റെ പുട്ടിൻ്റെ താഴെയായിട്ട് ഒരു ബൈ ഓപ്ഷന്, നോർമൽ ബൈ, പിന്നെ സ്റ്റോപ്പ് ലോസ് ബൈ, 2 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി അതിൽ എൻ്റർ ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ബൈ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ആവും. അതേപോലെ സെല്ലും കൊടുത്തിട്ടുണ്ട്. ഒറ്റ ക്ലിക്കിൽ നമുക്ക് സെല്ല് ചെയ്യാനും പറ്റും. ഇതേപോലെ തന്നെ പുട്ടിൻ്റെ സൈഡിലും ഇതേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൈ, സെല്ല് ഇത് രണ്ടും ഒറ്റ ക്ലിക്കിൽ ചെയ്യാൻ പറ്റും. അതിൽ ക്വാണ്ടിറ്റി നമ്മൾ മുമ്പേ എൻ്റർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ ഇൻ്റർഫേസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ട്രേഡിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, സ്കാൽപ്പിംഗ്, ഇൻഡിക്കേറ്റേഴ്സ് ആയാലും, അതുകൂടാതെ ഓപ്ഷൻ ചെയിനിൽ എന്തൊക്കെ ഡാറ്റ വേണമെന്നുള്ള കാര്യങ്ങൾ, പ്രൈസ്, ഓപ്ഷൻ ഗ്രീക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. പിന്നെ മറ്റൊരു സ്കാൽപ്പേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, ഇതിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് വർക്കാവുന്നതാണ്. അതായത് കോൾ ബൈ ചെയ്യാൻ നമുക്ക് ഷിഫ്റ്റ് പ്ലസ് ആരോ അപ്പ്, മുകളിലേക്കുള്ള ആരോ കൂടി ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ കോൾ സെല് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ മതി. അതുകൂടാതെ പുട്ടാണെങ്കിൽ ഷിഫ്റ്റും ഡൗൺ ആരോവും ക്ലിക്ക് ചെയ്താൽ മതി. പുട്ട് സെല് ചെയ്യാനാണെങ്കിൽ ഷിഫ്റ്റും റൈറ്റ് ആരോവും ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ, ഇതിൽ അലേർട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതായത് ലിക്വിഡിറ്റി ഇഷ്യൂസ്, വോളറ്റിലിറ്റി കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ മാർജിൻ ഷോർട്ട് ഫോൾ വരുന്ന സമയത്തോ അങ്ങനെയുള്ള സമയത്തെല്ലാം നമുക്ക് അലേർട്സ് കിട്ടും ഇതിൽ. പിന്നെ സാധാരണ ഫയേഴ്സിൻ്റെ ചാർട്ടിലുള്ള പോലെ തന്നെ നമുക്ക് സ്ലൈഡർ മൂവ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എല്ലാ ലോട്ടും ഒന്നിച്ച് വേണമെങ്കിൽ പാർഷ്യലായിട്ടും എക്സിറ്റ് ചെയ്യാം. ആ കാര്യങ്ങളിലും പറ്റും. പിന്നെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതൊക്കെ ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിന് മുമ്പേ ഉള്ളതാണ്. ആ കാര്യങ്ങളിൽ ഇതിലും അവൈലബിൾ ആണ്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള ഇതാണ്, നമുക്ക് ആവശ്യമുള്ള സ്കാൽപ്പിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കൂടുതൽ കോംപ്ലക്സ് ആക്കാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് സെറ്റ് ചെയ്തതാണ് അവർ. ഇതിനെ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ സാധാരണ ഫയേഴ്സിലുള്ള പോലെ താഴെ നമുക്കത് നമ്മുടെ ഓർഡേഴ്സും പൊസിഷൻസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നമ്മുടെ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും താഴെയും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുകൂടാതെ എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല സജഷൻസ് ആണെങ്കിൽ അവരെടുക്കാറുണ്ട് മിക്കവാറും. ഇനി അഥവാ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാലും മതി, ഞാനും അവരെ അറിയിക്കുന്നതാണ്. മിക്കവാറും അവരതിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ അവർ കൊണ്ടുവരാറുണ്ട് മിക്കവാറും. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.